ഇത് കുറച്ച് വലിയ പ്രോൺസായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഉപ്പിട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. കുറച്ച് നല്ലോണം വേണേ ഗാർലിക്കും ജിഞ്ചറും. പിന്നെ കുറച്ച് പെപ്പർ, ക്രഷ് ചെയ്ത പെപ്പർ. അത് പെപ്പറും കുറച്ച് നല്ലോണം വേണം. എന്ന് വെച്ചാൽ പെപ്പറിൻ്റെ എരിവായിരിക്കും ഇതിന് ഉണ്ടാവുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. എന്നോട് മറന്നുപോയതാണ്. ഒരു ചെറിയ നാരങ്ങേൻ്റെ നീരും ഒഴിച്ചു കൊടുക്കുക. ഇതാ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എരിവ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി കുറച്ചും കൂടി അധികം ഇടാം കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഈ കബാബ് സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ഈ വാലിൻ്റെ ഭാഗത്തൂട്ട ആദ്യം ഇങ്ങനെ പിൻ ചെയ്യുക. കണ്ട, എന്നിട്ട് നീട്ടി അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ട, ഇങ്ങനെ ചെയ്ത് വെക്കുക. വാലിൻ്റെ ഭാഗം ആദ്യം എടുക്കണേ. ഈ വാലിൻ്റെ ഭാഗത്തൂട്ട കണ്ട, ഇങ്ങനെ ആക്കി വെക്കുക. എല്ലാം പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് തന്നെ ഇതിനെ തിരിച്ച് വെച്ച് കൊടുത്തേക്കാം. ഇതാ എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ചെമ്മീൻ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടത് ബട്ടറും പിന്നെ ഓയിലും കൂടി മിക്സായിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്രിൽ പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ഇതില്ലേ പ്രോൺസ്, അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറക്കണേ, ചെറിയ സിമ്മിലാക്കി വെച്ചു. സ്റ്റിക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മസാലയും അതിൻ്റെ ലെമൺ ജ്യൂസും എല്ലാം അടിയിലുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇതിനകത്തേക്ക് തന്നെ അങ്ങ് വലിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. ചെമ്മീൻ്റെ മേലെ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. ഓക്കെ, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കരിയാണ്ട് നോക്കണേ. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് കുക്കായിക്കോട്ടെ. ഇതാ എല്ലാം ഞാൻ ഒന്നും കൂടി മറിച്ചിട്ടതാണ്. ഇനി പിന്നെ 2 മിനിറ്റ് കൂടി ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ ഞാൻ പ്ലേറ്ററിലേക്ക് മാറ്റാം. ഇതാ ഞാനിതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. അടിപൊളി സ്റ്റാർട്ടറായിട്ടാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനൊന്നും മറന്നു പോകരുത്. ഓക്കെ, എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കൂലേ. ചെമ്മീനെ കൊണ്ട് ഒന്നുകിൽ കറി അല്ലെങ്കിൽ ഫ്രൈ മാറ്റിപ്പിടിക്കാം നമുക്ക്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ 7 ബൈ സെറീന. ബൈ.